ഹായ് ഡേ ജെ ആസ്പിരൻസ്. ഇപ്പോൾ ലോസ് ഓഫ് മോഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് അറിയുന്ന കോൺസെപ്റ്റ് ആയിരിക്കും, എന്നാലും ഇതൊന്ന് റിവൈസ് ചെയ്ത് വെക്കുക. അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ തന്നെ പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ വളരെ യൂസ്ഫുൾ ആയ ഒരു കോൺസെപ്റ്റാണ്. നമ്മൾ കണക്റ്റഡ് ബോഡിയിൽ ഇപ്പോൾ ബ്ലോക്കുകൾ ഇൻ കോൺടാക്റ്റിൽ വെച്ചിട്ട് പുഷ് ചെയ്തിട്ട് മൂവ് ചെയ്യിക്കുന്ന സിറ്റുവേഷനിലും അതുപോലെ തന്നെ ബ്ലോക്കുകൾ സ്ട്രിങ് വഴി കണക്ട് ചെയ്ത് പുൾ ചെയ്ത് മൂവ് ചെയ്യിപ്പിക്കുന്ന സിറ്റുവേഷനിലും നമുക്ക് കോൺടാക്ട് ഫോഴ്സ് ചോദിക്കാറുണ്ട്. ബ്ലോക്കുകളിലാണെങ്കിൽ എക്സാക്ട്ലി കോൺടാക്ട് ഫോഴ്സും സ്ട്രിങ് വെച്ച് കണക്ട് ചെയ്യുന്ന സിറ്റുവേഷനിലാണെങ്കിൽ ടെൻഷനും ചോദിക്കാറുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ശരിക്കും ആക്ച്വലി കോൺടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നതും ടെൻഷൻ എന്ന് പറയുന്നതും F is equal to ma ആണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പോൾ അതേ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ചെറിയ ഇക്വേഷൻ, ഈ ചെറിയ ട്രിക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം, ബ്ലോക്കുകൾ കണക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും രണ്ട് ബ്ലോക്കിൻ്റെ ഇടയിലുള്ള കോൺടാക്ട് ഫോഴ്സ് ചോദിക്കുന്ന സമയത്ത് ആ രണ്ട് ബ്ലോക്കിൻ്റെ ഇടയിലുള്ള പോയിന്റ് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ തൊട്ട് മുന്നിലുള്ള ടോട്ടൽ മാസ് കൺസിഡർ ചെയ്യാം. അതായത് മാസ് അഹെഡ് ഡിവൈഡഡ് ബൈ ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മാസ് m1 plus m2 plus m3 ഇൻറ്റു നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. ഇപ്പോൾ മാസ് അഹെഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു അപ്ലൈഡ് ഫോഴ്സ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ആ ബ്ലോക്കുകൾക്കിടയിലുള്ള കോൺടാക്ട് ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സിമിലർലി സെക്കൻഡ് സിസ്റ്റം നോക്കുക. ഇവിടെ സ്ട്രിങ് വെച്ചിട്ടാണ് ബ്ലോക്കുകൾ കണക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സ്ട്രിങ്ങിൻ്റെ മുകളിലുള്ള ടെൻഷനാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നതെങ്കിൽ ഈ കാണുന്ന പോലെ ടെൻഷൻ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ടെൻഷൻ എവിടെയാണ്, ഏത് പോയിന്റിലെ ടെൻഷനാണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ പുറകിലുള്ള മാസ് എന്താണെന്ന് എത്രയാണ് വരുന്നത് എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇവിടെ ഏതൊക്കെ ബ്ലോക്ക് കൺസിഡർ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഡയഗ്രാം കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ മാസ് ടോട്ടലി എത്ര ബിഹൈൻഡ് ഉണ്ട് എന്ന് നോക്കുക. അപ്പോൾ മാസ് ബിഹൈൻഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം m1 plus m2 plus m3 ആണ് ടോട്ടൽ മാസ്. സോ മാസ് ബിഹൈൻഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു അപ്ലൈഡ് ഫോഴ്സ്. ഇതേപോലത്തെ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ തൊട്ട് മുമ്പും പഠിച്ചത്. അപ്പോൾ രണ്ടും കൺഫ്യൂസ്ഡ് ആവരുത്. ഇവിടെ മാസ് ബിഹൈൻഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു അപ്ലൈഡ് ഫോഴ്സ് ചെയ്താൽ ഏത് പോയിന്റ് ആണോ നിങ്ങളിപ്പോൾ കൺസിഡർ ചെയ്തത് അവിടുത്തെ ടെൻഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. പ്രീവിയസ് സിറ്റുവേഷൻ എന്തായിരുന്നു? മാസ് അഹെഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു അപ്ലൈഡ് ഫോഴ്സ്. സോ ഈ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് കണക്റ്റഡ് ബോഡിയിലെ ടെൻഷനും കോൺടാക്ട് ഫോഴ്സും ചോദിക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണാം, ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ആൻസർ ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്നിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് വെക്കുക. ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു സോ മച്ച്.